PB ഹർഷകുമാറിൻ്റെ ആരോപണത്തെ എങ്ങനെയാണ് കാണുന്നത്? വ്യക്തി അധിക്ഷേപമായി തന്നെയാണോ കാണുന്നത്? ഇല്ല, ഒരിക്കലുമില്ല. അദ്ദേഹം എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചായിട്ട് ഞാൻ കാണുന്നില്ല. അദ്ദേഹം കേരളത്തിലെ 26,000 ആശമാരും ഇന്ന് ഈ ഡിമാൻഡിനോടൊപ്പമാണ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ മുഴുവൻ ആക്ഷേപിച്ചതായിട്ട് ഒന്ന് മാത്രമല്ല, കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ ഒന്നാകെ ആക്ഷേപിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആകെ ഒരു വിഷമമേ ഉള്ളൂ. അദ്ദേഹം അത് പറയുമ്പോൾ അദ്ദേഹത്തോടൊപ്പം കുറച്ച് വനിതകളുണ്ടായിരുന്നു. അവർ വല്ലാതെ വിഷമിക്കുന്നത് കണ്ടു. അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നത് വളരെ സങ്കടകരമായൊരു കാര്യമാണ്. പിന്നെ മറ്റൊന്ന്, ഇവർ എന്താണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, സ്ത്രീകളെക്കുറിച്ച് ഇവരെന്താണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സമരം ചെയ്യുന്ന ആളുകളെക്കുറിച്ചുള്ള ഇവരുടെ നിലപാട് എന്താണെന്നുള്ളതാണ് ഇവർ അതിലൂടെ വെളിപ്പെടുത്തിയത്. അത് അവരുടെ സ്വഭാവത്തെ കൂടുതൽ ആളുകൾക്ക് വെളിപ്പെട്ട് വരുന്നൊരു സാഹചര്യമായിട്ട് ഞാനതിനെ പരിഗണിക്കുന്നുള്ളൂ. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പോഷക സംഘടനകളും സാംസ്കാരിക പ്രവർത്തകരും ബൗദ്ധിക കേരളമൊക്കെ ഇതിനോടകം ഈ സമരപ്പന്തൽ സന്ദർശിച്ചു കഴിഞ്ഞു. സുരേഷ് ഗോപി ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി 20-ാം ദിവസം എത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾ നിയമസഭാ മാർച്ചിലേക്ക് കടക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാ കാലവും ഈ സമരം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ഫീൽഡിൽ പ്രവർത്തിക്കാൻ പോകേണ്ടുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് സമരം എത്രയും വേഗം സർക്കാർ ഒത്തുതീർപ്പാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളത് ഇപ്പോൾ കേന്ദ്രമന്ത്രിയോടും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വന്നിരിക്കുന്ന ഉത്തരവ് അതിനകത്ത് കേന്ദ്രം നടപടിയെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വേണ്ടത് ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.